ടൂറിസം എത്രത്തോളം കേരളത്തിൽ ബൂമാവുന്നോ അത്രത്തോളം തന്നെ കേരളത്തിൽ ബൂമാവാൻ സാധിക്കുന്ന ബിസിനസ്സുകളൊന്നാണ് ഹോം സ്റ്റേ എന്ന് പറയുന്നത്. കേരളത്തിൽ ടൂറിസം ബൂമാവുന്നു, അതോടൊപ്പം തന്നെ വീട്ടിൽ ഇരുന്നു കൊണ്ട് വരുമാനം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയാണ് ഹോം സ്റ്റേ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മലയോര ഹൈവേ യാഥാർത്ഥ്യമാകുന്നു, അല്ലെങ്കിൽ അത് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നു. ധാരാളം ആൾക്കാർ ആ റൂട്ടിൽ യാത്ര ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. പ്രത്യേകിച്ച് ഹോട്ടലിൽ താമസിക്കുന്നതിനേക്കാൾ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കാനും കൂടെ സാധിക്കും. ഹോംലി ഫുഡ് കിട്ടും. വീട്ടിൽ താമസിക്കുന്ന പോലെ ഒരു ആംബിയൻസ് നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുകയാണെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് വരുമാനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ബിസിനസ്സുകളൊന്നാണ് ഹോം സ്റ്റേ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഹോം സ്റ്റേ ബിസിനസ്സിനെ എടുത്തു കാണിച്ചിട്ടുള്ള ഫിലിമുകളൊന്നാണ് കുംബ്ലങ്കി നൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് മാതൃകയാക്കാവുന്നതുമാണ്. അപ്പോൾ ഹോം സ്റ്റേ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ വേണം, അതിൻ്റെ ചെക്ക് ലിസ്റ്റുകൾ എന്തൊക്കെയാണ് പറയുന്നത്, അതായത് ബേസിക് കണ്ടീഷൻസുകൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഇതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസുകൾ, മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം, ഇവയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലെ അറിവുകൾക്ക് നിങ്ങൾ വളരെ ഇൻട്രസ്റ്റ് ആണ്, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നോക്കാം. ഹോം സ്റ്റേ ബിസിനസ്സിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന്, വീട്ടിലെ ഒരു റൂം നമ്മൾ ചെയ്യുകയാണ്, അത് ഹോം സ്റ്റേക്ക് വേണ്ടി ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഒരു ഹെറിറ്റേജ് ആണ് ചെയ്യുന്നത്. വീട്ടിലൊരു റൂമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ 120 സ്ക്വയർ ഫീറ്റ് വേണം. ഇതല്ല, ഒരു ഹെറിറ്റേജ് ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ബേസിക് ആയിട്ട് വേണ്ടത് 100 സ്ക്വയർ ഫീറ്റ് ആണ്. അറ്റാച്ച്ഡ് ബാത്റൂം ആയിരിക്കണം. വീട്ടിനോട് ചേർന്നുള്ള ഒരു റൂമാണ്, അല്ലെങ്കിൽ വീട്ടിലൊരു റൂമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 6 മുറി അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. അതിലെ ഒരു മുറി എന്ന് പറയുന്നത് വീട്ടുടമസ്ഥന് താമസിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇൻക്ലൂഡ് ആയിട്ടാണ് ഇവരത് പറയുന്നത്. ഹെറിറ്റേജ് ആണെങ്കിൽ ഇങ്ങനൊരു കണ്ടീഷൻ ഇതിനകത്ത് പറയുന്നില്ല. ഇത് കൂടാതെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് വീട്ടുടമസ്ഥൻ്റെ പേരിലായിരിക്കണം ആ വീട്. വീട്ടിൽ ഒരാൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ പിന്നെ പറയുന്നത് കുറച്ച് ചെക്ക് ലിസ്റ്റുകളുണ്ട്. ഇത് നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കണം. ഈ ചെക്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഗോൾഡ്, ഡയമണ്ട്, സിൽവർ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. CCTV, TV, പവർ ബാക്കപ്പ്, വാഷിംഗ് മെഷീൻ, പാർക്കിങ്, ഇനി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ബുക്ക്, അതേപോലെ തന്നെ CCTV, അതേപോലെ ഫീഡ്ബാക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ബുക്ക്, ഇങ്ങനെ കുറച്ച് കണ്ടീഷൻസുകൾ പറയുന്നുണ്ട്. 41 കണ്ടീഷൻസുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇത്തരം കണ്ടീഷൻസുകൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളെ ഗോൾഡ്, ഡയമണ്ട്, സിൽവർ എന്നിങ്ങനെ തരംതിരിക്കാൻ സാധിക്കും. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഫിക്സ് ചെയ്യാൻ പറ്റും. മദ്യപാനം അലൗഡ് ആണോ അല്ലയോ, അൺമാരീഡ് കപ്പിളിന് അലൗഡ് ആണോ അല്ലയോ, അതേപോലെ തന്നെ മൃഗങ്ങളെ താമസിപ്പിക്കാൻ നിങ്ങളുടെ വീട്ടിൽ സൗകര്യമുണ്ടോ, ഇങ്ങനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ നിങ്ങൾക്ക് സ്ട്രക്ചർ ചെയ്യാവുന്നതാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ആൾക്കാരെ കളക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ FSSAI സർട്ടിഫിക്കറ്റ് ഇതിനകത്ത് നിർബന്ധമാണ്. അത് ഒരു 100 രൂപ കൊടുത്താൽ മതി. ഇനി ഹോം സ്റ്റേ ലൈസൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ 3000 രൂപയുടെ ഒരു സർട്ടിഫിക്കേഷൻസ് നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് ഈ ചെക്ക് ലിസ്റ്റ് നോക്കും. അതിനനുസരിച്ചാണ്, അല്ലെങ്കിൽ അവർ വന്ന് നിങ്ങളെ ചെയ്യാൻ പോകുന്ന മുറിയും അല്ലെങ്കിൽ ഹെറിറ്റേജ് നോക്കും. അതിനനുസരിച്ച് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കും. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളെ ഗോൾഡ് ആണോ, ഡയമണ്ട് ആണോ, സിൽവർ ആണോ എന്നിങ്ങനെ അവർ തരംതിരിക്കുന്നത്. അപ്പോൾ അതിന് കൊടുക്കേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് വീട് ഉടമസ്ഥ നിങ്ങളാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ, നികുതി ചീട്ട്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ പേരിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും കൂടി അറിയുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇങ്ങനെ കുറച്ച് കണ്ടീഷൻസുകൾ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ അവർ തരംതിരിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം അവർ ഒന്ന് വിസിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും സജഷൻസുകൾ പറയുകയാണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൃത്യമായി ഹോം സ്റ്റേക്കുള്ള ലൈസൻസ് നമുക്ക് നൽകുന്നതാണ്. ഇത്രയുമാണ് കണ്ടീഷൻസുകളായിട്ട് വരുന്നത്. ഇനി ഇതിനെ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യും? ഒന്ന്, നിങ്ങൾക്ക് ഗൂഗിൾ മൈ ബിസിനസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാം. പ്രത്യേകിച്ച് വയനാട്, ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ വീക്കെൻഡ് ആകുമ്പോഴത്തേനും റൂമുകളൊന്നും തന്നെ കിട്ടാറില്ല. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഗൂഗിൾ മൈ ബിസിനസ്സിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കസ്റ്റമറെ അക്വയർ ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്, നല്ല റിവ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങൾക്ക് കണക്ഷൻസ് ഉണ്ടെങ്കിൽ അവരെ ബേസ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാവുന്നതാണ്. അതായത് മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുന്ന ചെറിയ ഇൻഫ്ലുവൻസേഴ്സ്, അതായത് 10,000 താഴെ ഫോളോവേഴ്സ് ഉള്ളവരെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാവുന്നതാണ്. അങ്ങനെയും ധാരാളം ക്ലയൻറ്റുകളെ നിങ്ങളുടെ ഹോം സ്റ്റേയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുകയാണെങ്കിൽ വീട്ടിൽ ഇരുന്നു കൊണ്ട് വളരെ വേഗത്തിൽ ഒരു ഹോം സ്റ്റേയിലൂടെ വരുമാനം ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ വീഡിയോ വളരെ ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.